ഇനി അംഗം അനന്തപുരിയിൽ ആരെന്നറിയാനാണ്. മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തദ്ദേശത്തിന്റെ ആവേശത്തിലാണ് UDF. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 80 ലീഡുണ്ടെന്നതാണ് ആത്മവിശ്വാസത്തിന്റെ കാതൽ. തദ്ദേശത്തിൽ തകർന്നടിഞ്ഞെന്ന് എതിരാളികൾ പറയുന്നുണ്ടെങ്കിലും 58 ഇടങ്ങളിൽ ഇടതിന് തന്നെയാണ് മുൻതൂക്കം. കോർപ്പറേഷൻ പിടിച്ച തിരുവനന്തപുരത്ത് 2 മേൽക്കൈ ഉള്ളതാണ് NDAയുടെ പ്രതീക്ഷ. അടിയൊഴുക്കുകൾ അറിഞ്ഞുള്ള അംഗപ്പോരിനാണ് ഇനി പ്രസക്തി. ഒരു മുഴം മുന്നേ എറിഞ്ഞാണ് UDF കളം പിടിച്ചത്. PV അൻവറിനെയും CK ജാനുവിനെയും അകത്തേക്കെടുത്ത് മുന്നണി വിപുലീകരണമായിരുന്നു ആദ്യപടി. സീറ്റ് വിഭജനവും ഉഭയകക്ഷി ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപനം. സർപ്രൈസ് സ്ഥാനാർത്ഥികളും സീറ്റുകളുടെ വെച്ചുമാറലും അടക്കം ചർച്ചകൾ എങ്ങും സജീവമാണ്. ഞങ്ങളുടെ വിജയം 100 സീറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. തിളക്കമാർന്ന വിജയം UDFിലുണ്ടാവും. തദ്ദേശത്തിലെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ അടിസ്ഥാന കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് 3-ാം ഊഴം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് CPIM. മുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും. ജനപ്രിയരായ നേതാക്കളെ തന്നെ മത്സരരംഗത്തുറപ്പിക്കാൻ കഴിഞ്ഞ തവണ കർശനമായി നടപ്പിലാക്കിയ 2 ടൈം വ്യവസ്ഥ ഇത്തവണ വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനം. ഇത് ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ മറ്റു ചില വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടാവും. ആ പരിശോധന LDF നടത്തുക തന്നെ ചെയ്യും. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശത്തിൽ വേണ്ടത്ര നേട്ടമുണ്ടായിട്ടില്ലെന്ന തിരിച്ചറിവിലാണ് NDAയുടെ മുന്നൊരുക്കങ്ങൾ. പാർട്ടി വളരുന്നത് അത്രയും നഗരങ്ങളിലാണെന്ന് മനസ്സിലാക്കിയാണ് പുതിയ നീക്കങ്ങൾ. നഗര കേന്ദ്രീകൃതമായ 35 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകം പ്രഭാരിമാരെ നിയോഗിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം. ഒപ്പം സ്ഥാനാർത്ഥി നിർണയവും നിർണായകമാണ്. കേരളം കാത്തിരിക്കുന്നത് പ്രവചനാതീത രാഷ്ട്രീയ പോരിനോ?